വേനലിൽ പൊള്ളുകയാണ് വയനാട്. വനമേഖലയെയും വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ജലസംരക്ഷണത്തിനായി ബ്രഷ്വുഡ് ഡാമുകൾ എന്ന് പറയുന്ന സാങ്കേതികവിദ്യ വനത്തിനകത്ത് ഇപ്പോൾ ധാരാളമായി തന്നെ സജ്ജീകരിക്കുന്നുണ്ട്. എല്ലായിടവും ചൂടാണ്. വയനാട് കുറച്ചുകൂടി അധികം കൊടുംചൂടാണ്. വരണ്ടു തുടങ്ങിയിരിക്കുന്നു വയനാടൻ കാടുകൾ. വന്യമൃഗങ്ങളുടെ കാടിറക്കത്തിന് ഒരു കാരണം ജലലഭ്യതയുടെ കുറവാണ്. അവശേഷിക്കുന്ന നീരുറവകളെ സംരക്ഷിക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് വനം വകുപ്പ്. ബ്രഷ്വുഡ് ചെക്ക് ഡാമുകളാണ് ജലസംരക്ഷണത്തിനുള്ള ഉപാധി. ഇതിനകം ഒട്ടനവധി ഇത്തരം അണക്കെട്ടുകൾ വയനാടൻ കാടുകളിൽ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൊതുവേ നമുക്ക് ഈ മേഖലയിലോട്ട് ഒരു വന്യജീവികൾ ഈ ഭാഗത്തോട്ട് വരുന്ന ഒരു പ്രവണതയുണ്ട്. പൊതുവേ കേരളത്തിൻ്റെ ഭാഗം കുറച്ച് പച്ചപ്പ് കൂടുതലായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥിതിവിശേഷം എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ്. മഴപ്പെയ്ത്തിൽ ജലനിരപ്പ് ഉയരുമ്പോൾ സ്വാഭാവികമായും അണ പൊട്ടുന്ന വിധത്തിലാണ് ഈ നിർമ്മാണം. വനത്തിൽ നിന്ന് ശേഖരിക്കുന്ന മരത്തടികളും മണ്ണും കാട്ടുവടികളും എല്ലാം ചേർത്ത് വെച്ച് നിർമ്മിക്കുന്ന താൽക്കാലിക സംവിധാനമാണിത്. വനാന്തർഭാഗത്തെ കുളങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനും കാട്ടുതീ തടയാനുമടക്കമുള്ള ദൗത്യം വനം വകുപ്പ് നേരത്തെ തുടങ്ങിയിരുന്നു. കൃത്യസമയത്ത് അവിടെ എത്താനും ഇപ്പോൾ കമാൻഡ് കൺട്രോൾ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. മറ്റു രീതിയിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കൃത്യമായിട്ടും കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാനും ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും അതോടൊപ്പം തന്നെ കാട്ടിൽ വന്യമൃഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളുമായിട്ട് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നു. വയനാട്ടിലെ വനിതാ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് പലയിടത്തും ബ്രഷ്വുഡ് ചെക്ക് ഡാമുകളുടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. സോബിൻ വൈഡ് മീഡിയയ്ക്കും റിബിൻ ജോൺ പാലേരിക്കുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കേരളത്തിലെ മഴയൊക്കെ എവിടെയാ? ഗൾഫിലോട്ട് പോയോ? കേരളത്തിലെ വേനൽമഴയെക്കുറിച്ച് വാർത്തകളൊന്നും കാണുന്നില്ലോ എന്ന് സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്. വേനൽമഴ സൂചനകൾ കാര്യമായി അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഇന്നലെ കായംകുളത്തൊക്കെ 1 മണിക്കൂർ മഴ പെയ്തു, അത് മിനിഞ്ഞാന്ന് രാത്രി. അങ്ങനെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചെറിയ മഴ കിട്ടുന്ന അല്ലാതെ വ്യാപകമായ അങ്ങനെ വേനൽമഴയെക്കുറിച്ചുള്ള കാലാവസ്ഥാ പ്രവചനമൊന്നും ഇല്ല. അതുകൊണ്ടാണ് അല്ലേ? അതെ, എത്രയും പെട്ടെന്ന് മഴ പെയ്യട്ടെ. മഴ പെയ്താൽ ഈ ചൂടിനൊരു ശമനം ഉണ്ടാവും. 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പല ജില്ലകളിലും ചൂട്. നമ്മൾ ഫാനോ ഒക്കെ ഉപയോഗിച്ചാലും ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്.